അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ഓണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്ന S2-ൻ്റെ ഒരു സബ്ജക്റ്റ്, കോമൺ സബ്ജക്റ്റാണ്, എല്ലാ ബ്രാഞ്ചിനും ഉണ്ട്. അപ്പം ആ സബ്ജക്റ്റിൻ്റെ സിലബസും പിന്നെ അതേപോലെ അതിൻ്റെ ടോപ്പിക്സും മറ്റു കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം S2-ൻ്റെ ഹാഫ് ദ വേ ആയി, തീരാറായി എന്നറിയാം. അപ്പം അതിനകത്ത് നമുക്ക് വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഓണർഷിപ്പ് ആൻഡ് IPR എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് ഈ കിടക്കുന്നത്. ഞാൻ എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂൾ തൊട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിടാമെന്ന് പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം മൊഡ്യൂൾ വൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ 4 മൊഡ്യൂൾ വെച്ച് നോക്കുമ്പം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ആ സബ്ജക്റ്റിന് ഇൻട്രൊഡക്ഷനും അതിനകത്ത് വരുന്ന ടോപ്പിക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സബ്ജക്റ്റിൽ പ്രധാനമെന്ന് പറയുന്നത് കുറേ ടേംസ് ഉണ്ട്. അതായത് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് തന്നെ പലയിടങ്ങളിലും നമ്മൾ എന്താണ് അത് ഉപയോഗിക്കേണ്ടി വരും. അതാണ് പ്രധാനമെന്ന് പറയുന്നത്. നമുക്ക് എഴുതാൻ പറ്റും, നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിലും ആ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട് എന്നുള്ളത് കൂടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനകത്ത് തുടങ്ങുന്നത് ഐഡിയേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും. ഐഡിയേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഐഡിയാസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്ന ഐഡിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻവെൻഷനാണ്. ഇൻവെൻഷൻ, വാട്ട് യു മീൻ ബൈ ഇൻവെൻഷൻ? ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യത്തെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻവെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇൻവെൻഷൻ ടോപ്പിക്കായിട്ടില്ല, പിന്നെ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ടോപ്പിക്കായിട്ട് കിടക്കുന്നത് ഇന്നോവേഷനാണ്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെൻഷൻ എന്താണെന്ന് പറഞ്ഞു. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യം കൊണ്ടുവരുന്നത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനോ ഒരു പ്രോഡക്റ്റിനോ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിനൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്നോവേഷൻ എന്ന് പറയുന്നു. ഇനി ഈ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് ഇന്നോവേറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ വ്യക്തികളെ നമ്മൾ പറയുന്നത് എന്താണ്? ഇന്നോവേറ്റർ എന്നായിരിക്കും. ചിലപ്പം ചിലർ ഇന്നോവേറ്റേഴ്സ് മാത്രമായിരിക്കും. അവർ ഐഡിയാസ് മാത്രമേ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അവരതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്കൊരു പക്ഷേ ബിസിനസ് താല്പര്യമില്ലാത്ത മേഖലയായിരിക്കും. അവർ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു. അതെന്താണ്? അതിനകത്ത് വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടുവന്ന് അവരെന്താ ഇന്നോവേറ്റർ ആവാം. ഒരു ഇന്നോവേറ്റർ എന്ന് പറയുന്ന ആൾ ഒരു ഓൺട്രപ്രണർ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല. ഇനി വരുന്നത് ഫ്രെയിംവർക്ക് ഫോർ ഇന്നോവേഷൻ. ഇന്നോവേഷന് വേണ്ട ഫ്രെയിംവർക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതൊരു ടോപ്പിക്കാണ്, ഒരു ലോങ് ആൻസർ, 7 മാർക്കിനൊക്കെ വരാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഫ്രെയിംവർക്ക് ഫോർ ഇന്നോവേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ആണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ